ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്കായിരുന്നു സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്നിവിടെ വീണ്ടും ഒരു 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സെയിം സിസ്റ്റം തന്നെയാണ് ഇത്. മറ്റൊരു സൈറ്റ് കണ്ടീഷനിൽ മറ്റൊരു പർപ്പസിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം വീണ്ടും കാണാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ ടോപ്കോൺ ബൈഫേഷ്യൽ 590 വാട്ട്സിന്റെ 2 സോളാർ മോഡ്യൂൾസ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 3 kVA സിസ്റ്റം ആണ്. അതിൽ നമുക്ക് 4 പാനൽ വരെ സോളാർ പാനൽസ് ആഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ഇൻവെർട്ടറാണ്. ഭാവിയിലേക്ക് പകൽ സമയത്തൊക്കെ ഉപയോഗം കൂടുകയാണെന്നുണ്ടെങ്കിൽ, ബാറ്ററി പാക്ക് കപ്പാസിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 2 പാനലൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽസ് ആണ്. ഇവിടെ വരുന്ന ടോപ്കോൺ ടെക്നോളജി വരുന്ന 590 ലേറ്റസ്റ്റ് മോഡൽ പാനലുകളാണ്. നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 25.6 വോൾട്ടിന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററീസ് ആണ്. മുൻപ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് പഴയ വീഡിയോസ് എടുത്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 kVA 24 വോൾട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ആർക്കാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പകൽ സമയത്ത് അത്യാവശ്യം ഒരു 2 യൂണിറ്റ് ഉപയോഗവും രാത്രി സമയത്തേക്ക് ഒരു 2 യൂണിറ്റ് സ്റ്റോറേജ് വേണ്ടിയവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു 3 കിലോവാട്ട് 5 കിലോവാട്ട് ഒക്കെ ചെയ്തിട്ടുള്ളവർ നിലവിലെ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ബാറ്ററിയൊക്കെ മാറാറായെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വീട്ടിൽ പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു. അപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് വളരെ കൂടുതലായിരുന്നു. എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കണം, ബാറ്ററിയുടെ ഡാമേജ് നമ്മളെപ്പോഴും ഒരു 3 വർഷം ശേഷം പ്രതീക്ഷിക്കണം. ഇപ്പോൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികൾ വന്നതുകൊണ്ട് നമുക്ക് ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായി. വൺസ് നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വലിയധികം കെയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പവർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പകൽ സമയത്ത് ബാറ്ററി ഉപയോഗം അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ്ങിന് ശേഷം വീട്ടിൽ എന്തോരം ഉപയോഗം വന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. കാരണം ഇത് ഓൺ ഗ്രിഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ പ്രൊഡക്ഷൻ KSEB കയറി പോകുക അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം നിലവിൽ പുതുതായിട്ട് വരുന്ന KSEB റൂളുകൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂളുകളൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാം. ഇതൊരു ചെറിയ സിസ്റ്റമാണ്. ഇതിന് പകരം 4 പാനലുകൾ വെച്ചിട്ടുള്ള സിസ്റ്റംസ്, 6 പാനലുകളൊക്കെ വെച്ച് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ലോഡുകളും വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു 4 മുതൽ 5 ബെഡ്റൂം വരെയുള്ള സാധാരണ ഒരു വീടുകളിൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട് മറ്റേ സോളാർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണേൽ ചെയ്യാം. ഇനി ഓൾറെഡി ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ഉണ്ട്. ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്ന KSEB റൂൾ ചേഞ്ചുകളൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിനെ വലിയ സിസ്റ്റങ്ങളുണ്ട്, 5 kVA. അതുപോലെ തന്നെ 4 പാനൽ വെച്ചിട്ട് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂട്ടി, അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി പാക്ക് ഒരു 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ബാറ്ററി പാക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ വലിയ സിസ്റ്റംസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ പവറിന്റെ ഒരു 50% എങ്കിലും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക. അതിലൊരു പകുതി ശതമാനമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു പർപ്പസിലേക്കാണ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി 3 kVA ആണെങ്കിൽ നമ്മളിവിടെ 1200 വാട്ട്സ് അടുത്തേ പാനൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1000 വാട്ട് റേഞ്ച് വരുന്ന ലോഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത്. നമുക്ക് രാത്രി സമയത്തേക്ക് ഫുൾ ടൈം ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജ്, അത്യാവശ്യം വീട്ടിൽ ഉപയോഗമുള്ള അല്ലെങ്കിൽ രാത്രി സമയത്ത് ഉപയോഗിക്കുന്ന കുറച്ച് ഫാന്, ലൈറ്റ്, TV ഒക്കെ നമുക്കൊരു 10 മണി 11 മണി സമയത്തേക്കൊക്കെ ഉപയോഗമുള്ളൂ. അപ്പോൾ അത്രയും സമയത്തേക്ക് നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ. ആ സമയത്ത് പീക്ക് ടൈം നമുക്കറിയാം 6 മുതൽ 10 വരെയുള്ള ടൈം വൈകുന്നേരങ്ങളിൽ പീക്ക് ടൈമിൽ ഉള്ള ഉപയോഗം മാക്സിമം നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിലൂടെ കറണ്ട് ബില്ല് നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യാം. പിന്നെ KSEB ലൈനിൽ 1-2 ദിവസം കറണ്ട് പോയി കിടന്നാലും ഒന്നും വിഷയമില്ല. നമുക്ക് ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഒരു ഹെവി യൂസിലേക്കൊന്നും ഈ ഒരു സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കരുത്. അത്യാവശ്യം ഒരു 4 ബെഡ്റൂം വരെയുള്ള വീട്ടിൽ നോർമൽ യൂസ് 1-2-3 പേരുള്ള ഒരു വീട്ടിലേക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടന്നു പോകാനായിട്ട് ഈ സിസ്റ്റം ധാരാളം മതിയാവും. ഇവിടെ വീടിന്റെ മുകൾ ഭാഗത്ത് ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് നമ്മൾ 2 പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. 590 വാട്ട്സിന്റെ ടോപ്കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് ആണ്. ഏകദേശം 1180 വാട്ട്സ് ആണ് കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നത്. സാധാരണ വെയിലുള്ള ദിവസങ്ങളിൽ 3 മുതൽ 5 യൂണിറ്റ് വരെ വൈദ്യുതി പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബാറ്ററി ഫുള്ളായ ശേഷം നമ്മുടെ വീട്ടിൽ എത്രത്തോളം ഉപയോഗമുണ്ടോ അതിനനുസരിച്ചായിരിക്കും സിസ്റ്റത്തിന്റെ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഫുള്ളായ ശേഷം വലിയധികം ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ പ്രൊഡക്ഷൻ 1.5 യൂണിറ്റ് 2 യൂണിറ്റിലൊക്കെ ലിമിറ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും സാധാരണ ഒരു വീട്ടിൽ ലൈറ്റ് ലോഡ് പർപ്പസുകൾക്ക് വേണ്ടി ഈ സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിച്ച് പോകുന്ന ഒരു ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് സിസ്റ്റമായിട്ട് തന്നെ നമുക്ക് കരുതാവുന്ന ഒരു 3 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റമാണിത്. ഇതിന്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പുകൾ നമുക്ക് താഴത്തേക്ക് പോയ ശേഷം കാണാം. ഇവിടെ നമ്മൾ 6 സ്ക്വയർ എമ്മിന്റെ DC കേബിൾസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് കണക്ഷൻ ചെയ്യാനായിട്ട്. 3 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻഡോർ സെറ്റപ്പ് ആണ് കാണുന്നത്. ഇവിടെ 3 kVA കപ്പാസിറ്റിയുള്ള 24 വോൾട്ട് സോളാർ MPPT ഇൻബിൽട്ട് വരുന്ന ഇൻവെർട്ടർ മോഡൽ കാണാം. അതുപോലെ തന്നെ 25.6 വോൾട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ് കാണുന്നത്. 5 വർഷം ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി ഈ ഒരു മോഡലിന് കൊടുക്കുന്നത്. ഇൻവെർട്ടറിന് 3 വർഷമാണ് വാറണ്ടി, 36 മന്ത്സ്. ഇതിൽ നമുക്ക് 3000 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 590ന്റെ 2 പാനലുകളാണ്. 4 പാനലുകൾ വരെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പകൽ സമയത്ത് ഉപയോഗം കൂടുതലുള്ളവരെ സംബന്ധിച്ച് 4 പാനലുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഹാവൽസിന്റെ ഒരു പ്രീമിയം DB ബോക്സ് വിത്ത് 32 ആംപിയറിന്റെ DC MCB ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവിയിലേക്ക് പാനലുകൾ ആഡ് ചെയ്താലും നമുക്ക് ഈ സെയിം സിസ്റ്റം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. 6 സ്ക്വയർ എമ്മിന്റെ DC കേബിൾസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇവിടെ അത്യാവശ്യം ഫ്രീ എയർ കിട്ടുന്ന ഒരു സ്പേസിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇതിന്റെ റീഡിങ്ങുകൾ വാച്ച് ചെയ്യാവുന്ന രീതിയിലും അതുപോലെ തന്നെ അലാമുകൾ ബസറുകളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് എപ്പോഴും സേഫ്. ബാറ്ററിയുടെ കപ്പാസിറ്റിയെ പറ്റി മുൻപ് നമ്മൾ പല വീഡിയോകളോട് വിവരിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് 100Ah ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 25.6 വോൾട്ട് ബാറ്ററി പാക്കാണ് വരുന്നത്. നമുക്കിവിടെ വരുന്ന 3.2 വോൾട്ടിന്റെ 8 ലിഥിയം ഫെറോഫോസ്ഫേറ്റ് 100Ah സെല്ലുകളാണ് ഇതിൽ വരുന്നത്. BMSന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ്, വോൾട്ടേജ്, ചാർജിങ് കറണ്ട്, അതിന്റെ ടെമ്പറേച്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അറിയാവുന്നതാണ്. ഏകദേശം 2400 വാട്ട്സ് വരെ മാക്സിമം ലോഡ് കപ്പാസിറ്റി കമ്പനി പറയുന്നുണ്ടെങ്കിലും 24 വോൾട്ട് സിസ്റ്റം എന്നുള്ള നിലയിൽ നമുക്കൊരു 1800 വാട്ട്സിന് മുകളിലേക്ക് ലോഡുകൾ ലിമിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സിസ്റ്റത്തിന്റെ സ്മൂത്ത് വർക്കിങ്ങിനും നല്ല ലൈഫ് കിട്ടുന്നതിനും നമ്മളൊരു 1500-1800 വാട്ട്സിൽ ലോഡ് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് സേഫ്. ഇൻവെർട്ടർ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് ചാർജിങ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് KSEBിൽ നിന്ന് കറണ്ട് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്യണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കാം. കൂടാതെ കൂടുതൽ സേവിങ്സ് കിട്ടുന്ന മോഡുകളായിട്ടുള്ള PCU സ്മാർട്ട് പോലത്തെ മോഡുകളുണ്ട്. പിന്നെ ഫുൾ ടൈം പവർ സപ്ലൈ ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബാറ്ററിയുടെ റെപ്രസെന്റേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും, അതായത് KSEB സപ്ലൈ, വോൾട്ട്, ഫ്രീക്വൻസി, നമ്മുടെ പാനലിൽ നിന്ന് കിട്ടുന്ന വോൾട്ട്, ആംബിയർ, ചാർജിങ് ആംബിയർ, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിന്റെ ഫാക്ടറി സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ ഏത് ബാറ്ററിയുടെ രീതിയിലേക്ക് നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം ടോട്ടൽ ഒരു 4 യൂണിറ്റ് കപ്പാസിറ്റി, 4 യൂണിറ്റ് വൈദ്യുതി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ്. അതിൽ 2.5 യൂണിറ്റോളം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം. നമുക്കതൊരു 2 യൂണിറ്റൊക്കെ ഔട്ടെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ പകൽ സമയത്ത് ഒരു 1.5-2 യൂണിറ്റ് എടുത്ത് നമുക്ക് പകൽ സമയത്ത് ലൈവായിട്ട് യൂസ് ചെയ്ത് തീർക്കാവുന്നതാണ്. പകൽ സമയത്ത് എക്സ്ട്രീം യൂസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് കൂടുതൽ പാനലുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. സാധാരണ ഒരു 4 മുതൽ 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട് ഈ സിസ്റ്റത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓൾറെഡി ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് പീക്ക് ടൈമിലുള്ള വൈദ്യുതി ഹൈക്ക്, അതായത് TOD ബില്ലിംഗ് റേഞ്ചിലോട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ബില്ലിംഗ് സിസ്റ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള വൈദ്യുതി ഉപയോഗത്തിനൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഓൺ ഗ്രിഡ് വെച്ചവർക്കും നിലവിലുള്ള ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റംസ് ഒക്കെ ഡാമേജ് ആയി പുതിയ സിസ്റ്റത്തിലേക്കൊക്കെ നോക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ആപ്റ്റാണ്. ഇനി ഇതിന്റെ തന്നെ കൂടുതൽ പവർ കൺസംഷൻ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് 5 kV സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഇതിന്റെ ഡബിൾ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പാക്കുകൾ ചൂസ് ചെയ്യാം. 4-6 സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ലോഡുകളും നമുക്ക് അതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഭാവിയിലേക്ക് നമ്മുടെ ഉപയോഗത്തിന്റെ ഒരു 50% നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ആ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിലവിലെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റമാണ്. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികൾ പോലെ ബാറ്ററി വാട്ടർ, ടോപ്പ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനെപ്പറ്റിയുള്ള നിരവധി ഇതിന്റെ ഒരുപാട് ഓൾട്ടേഡ് വേർഷൻസ് പല ടെറൈനിൽ അല്ലെങ്കിൽ പല കപ്പാസിറ്റിയിൽ പല കണ്ടീഷനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിസ്റ്റംസിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എടുത്തൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.